കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതക കേസാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസ്. അതിലെ ഒന്നാം പ്രതി പീതാംബരൻ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുകയാണ്. തുറന്നു വിട്ടിരിക്കുകയാണ് ഒന്നാം പ്രതിയെ. പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അതിദാരുണമായി കൊല ചെയ്തിട്ടും വേണ്ട ശിക്ഷ കോടതി നൽകിയിട്ടും അവരെ തുറന്നു വിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ നിയമ സംവിധാനവും അതുപോലെ സർക്കാർ ഇത്തരം ക്രിമിനലുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതും വലിയ വാർത്തയായി കഴിഞ്ഞു. 1 മാസത്തേക്കാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ബേക്കൽ പോലീസ് സ്റ്റേഷൻ, അതായത് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയോടെയാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. പീതാംബരൻ്റെ തട്ടകമൊക്കെ കാസർഗോഡ് ജില്ലയിലെ പല CPM കേന്ദ്രങ്ങളിലും പെടുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ തുറന്നു വിട്ടാൽ ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അടക്കം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. 2 പാവം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ടും അവരെ തുറന്നു വിടുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ മാത്രമല്ല സാധാരണ ജനങ്ങളെപ്പോലും ഏറ്റവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പരോളിന് പിന്നാലെ പീതാംബരൻ ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. നമുക്കറിയാം 2019 ഫെബ്രുവരി 17 കാസർഗോഡ് ജില്ലയിലെ പെരിയയിൽ കേരളത്തെ നടുക്കിയ ഈ ഇരട്ടക്കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. രാത്രി ഏകദേശം 7:30 മണിയോടുകൂടി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ആ നാടിൻ്റെ എല്ലാമായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. അതിൽ ഈ പീതാംബരൻ്റെ പേര് മാത്രം ഇങ്ങനെ പരാമർശിക്കാൻ കാരണം പീതാംബരനുമായി ഈ കുട്ടികൾക്കുണ്ടായിരുന്ന വൈരാഗ്യം, അല്ലെങ്കിൽ പീതാംബരൻ്റെ അക്രമരാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ പീതാംബരന് നിത്യശത്രുക്കളായി ഈ 2 പേരും മാറി എന്നുള്ളതാണ് അവരുടെ കൊലപാതകത്തിലേക്ക് വന്നിരിക്കുന്നത്. വെട്ടേറ്റ കൃപേഷ് ആ സംഭവ സ്ഥലത്തും ശരത് ലാൽ എന്ന ചെറുപ്പക്കാരൻ മംഗളൂരിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയും മരണപ്പെടുകയാണ് ചെയ്തത്. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23 കൃപേഷിന് 19 പ്രായമുണ്ടായിരുന്നത്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചെറുപ്പക്കാരെ ഇല്ലാതാക്കി ആ നാടിന് തന്നെ ഏറ്റവും വിഷമമായ ഒരു കാര്യം ചെയ്ത പീതാംബരൻ, ആ പീതാംബരനാണ് ഇന്നിൽ നാട്ടിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി സർക്കാർ അദ്ദേഹത്തെ തുറന്നു വിട്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഇനി ഏത് ക്രിമിനലുകൾക്കും ഇറങ്ങി നടക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേസിൽ പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികളെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ്. CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ ഈ കേസിൽ 2022 ഏപ്രിൽ 27 സാക്ഷി വിസ്താരം ആരംഭിച്ചത്. 22 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിലായിരുന്നു കേസിൽ ശിക്ഷ വിധിച്ചത്. 10 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇത്രയും വലിയൊരു കൊലപാതകം നടത്തി ആ നാടിന് വേണ്ട 2 പിഞ്ചു മക്കളെ ഇല്ലായ്മ ചെയ്ത് വീണ്ടും അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ തുറന്നുവിടാൻ സർക്കാർ കാട്ടിയ ഈ ഒരു മനോവീര്യം അത് നാട്ടിൻ്റെ മനോവീര്യം തകർക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ നാട്ടിൽ ഇനി ആർക്കെങ്കിലും ജീവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ഭയന്ന് തന്നെ വേണം എന്നുള്ളതാണ് ഇതിൽ നിന്നും സർക്കാർ നൽകുന്ന സൂചന.